ജനാധിപത്യ സംവിധാനത്തിൽ ജനങ്ങളുടെ പങ്ക് വളരെ പ്രധാനമാണ്. കാരണം ജനാധിപത്യം അർത്ഥത്തിൽ തന്നെ ഗവൺമെന്റ് ഓഫ് ദ പീപ്പിൾ, ബൈ ദ പീപ്പിൾ, ഫോർ ദ പീപ്പിൾ. ജനാധിപത്യത്തിൽ ജനങ്ങൾ വോട്ടർമാരായി, നിരീക്ഷകരായി, വിമർശകരായി, നിർമ്മാണകരായി പ്രവർത്തിക്കുമ്പോഴാണ് സംവിധാനം ശക്തമായിരിക്കുക. ജനങ്ങൾ സജീവമായാൽ മാത്രമേ ജനാധിപത്യം ജീവിച്ചിരിക്കും. തിരഞ്ഞെടുപ്പിലെ കള്ളവോട്ട് സംബന്ധിച്ച പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയുടെ പ്രസ്താവന ശരിയാണോ എന്നറിയാൻ ജനങ്ങൾക്ക് താൽപ്പര്യമുണ്ട്. ജനാധിപത്യത്തിൽ ജനങ്ങളാണ് എല്ലാം. ഇത്രയും കാലം നടന്ന തെരഞ്ഞെടുപ്പിൽ കള്ളവോട്ടുണ്ടായാൽ ഭരണപക്ഷത്തിനെതിരെ വോട്ട് ചെയ്ത ജനങ്ങളുടെ വോട്ട് പാഴാകില്ലേ? തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഭരിക്കുന്ന പാർട്ടിക്കു വേണ്ടി കള്ളവോട്ട് ചേർക്കാൻ ശ്രമിച്ചാൽ ഭരണകക്ഷിയും ഉദ്യോഗസ്ഥരും രാജ്യദ്രോഹികളാണ്. ജനാധിപത്യത്തിൽ ശരിയും തെറ്റും തിരിച്ചറിയാനുള്ള മാർഗമാണ് തിരഞ്ഞെടുപ്പ്. ആ വോട്ട് ചെയ്തത് ആരാണെന്നാണ് രാഹുൽ ചോദിച്ചത്. ജനാധിപത്യത്തെ കൊല്ലാൻ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ കൂട്ടുനിൽക്കുന്നു. ശകുൻ റാണി എന്ന പേരിൽ 2 വോട്ട് ചെയ്തു. രണ്ടാമത്തെ വോട്ട് ചെയ്തത് ശകുൻ റാണിയാണെന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞിട്ടില്ല. ആ വോട്ട് ചെയ്തത് ആരാണെന്നാണ് രാഹുൽ ഗാന്ധി ചോദിച്ചത്. വോട്ടർ പട്ടികയിലെ ക്രമക്കേടുകൾ സംബന്ധിച്ച് നിരവധി ചോദ്യങ്ങളാണ് രാഹുൽ ഗാന്ധി ചോദിച്ചത്. അതിനൊന്നും മറുപടി പറയാതെ ഉദാഹരണമായി പറഞ്ഞ ഒരു വിഷയത്തിൽ നോട്ടീസ് കാണിച്ചു ഭയപ്പെടുത്തുന്നു. സത്യം എത്ര വലിയ സ്വർണപാത്രം കൊണ്ട് മൂടിവെച്ചാലും അത് മറക്കാനാവില്ല. BJP ഇതിനെ ന്യായീകരിക്കുന്നത് ഏറ്റവും വലിയ ഗുണഭോക്താക്കൾ അവർ ആയതിനാലാണ്. ഇലക്ട്രോണിക്സ് വോട്ടേഴ്സ് ലിസ്റ്റ് എന്തുകൊണ്ട് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകുന്നില്ല? CCTV ദൃശ്യങ്ങൾ നശിപ്പിച്ചത് എന്തിന്? തുടങ്ങിയവയ്ക്ക് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ മറുപടി പറയണം. ഇന്ത്യയിൽ തെരഞ്ഞെടുപ്പിൽ ജനങ്ങളാൽ ജയിപ്പിക്കപ്പെടുന്ന നേതാക്കൾ പണത്തിന്റെ സാന്നിധ്യത്തിൽ അവർക്കൊപ്പം ചേരുന്നത് നമ്മൾ കണ്ടത് ജനാധിപത്യത്തിന്റെ പരാജയങ്ങളിലൊന്നാണ്. ഒരു വോട്ട് ചെയ്യുന്ന വ്യക്തിയെന്ന നിലയിൽ തെറ്റ് സംഭവിച്ചിട്ടുണ്ടോ എന്നറിയാൻ നിങ്ങൾക്ക് അവകാശമുണ്ട്. ജനാധിപത്യം വിജയിക്കണമെന്ന പ്രതീക്ഷയിലാണ് ഞാനിത് പറയുന്നത്. അതിനാൽ എന്നെ രാജ്യദ്രോഹിയായി കാണരുത്.